തിരൂർ നഗരസഭാ സെക്രട്ടറിയുടെ സീൽ വ്യാജമായി നിർമ്മിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ ബഹളം. ഭരണപക്ഷം ബാനറുമായി കൗൺസിൽ യോഗത്തിനെത്തി. പ്രതിപക്ഷ പ്രമേയങ്ങൾ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വ്യാജ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ കേസിൽ പ്രതിയായ ലീഗ് കൗൺസിലർ കെ കുഞ്ഞുമൊയ്തീൻ എന്ന കൽപ്പബാവയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെച്ചത്. കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഒളിവിൽ പോയിരുന്ന കൽപ്പബാവ മുൻകൂർ ജാമ്യം നേടിയതിനെ തുടർന്നാണ് 2.5 മാസത്തിന് ശേഷം കൗൺസിൽ യോഗത്തിനെത്തിയത്. കൗൺസിൽ യോഗം ആരംഭിച്ചയുടൻ കൽപ്പബാവ ഒളിവിൽ പോയതും മുൻകൂർ ജാമ്യം നേടിയതുമായ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് ഭരണപക്ഷാംഗം കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഭരണപക്ഷാംഗങ്ങൾ വ്യാജ സീൽ കേസ് പ്രതിയായ കൽപ്പബാവ രാജിവെക്കണമെന്ന ബാനർ ഉയർത്തുകയും നഗരസഭാ കൗൺസിലിന്റെ മൂല്യങ്ങൾ ഉയർത്താൻ കൗൺസിലർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ എതിർപ്പുമായി ബഹളം വെച്ചു. ബഹളം അരമണിക്കൂറോളം നീണ്ടുനിന്നു. തുടർന്ന് ചെയർമാൻ ഇടപെട്ട് അംഗങ്ങളെ ശാന്തരാക്കി കൗൺസിൽ തുടർന്ന് വിവിധ അജണ്ടകളിൽ പ്രതിപക്ഷവും ഭരണപക്ഷാംഗങ്ങളും തമ്മിൽ ബഹളമുണ്ടായി. നഗരസഭാ മാസ്റ്റർ പ്ലാനിൽ ഭേദഗതികൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി. മാസ്റ്റർ പ്ലാൻ അജണ്ട മാറ്റിവെച്ചു. നഗരസഭാ സ്റ്റേഡിയത്തിന്റെ MOU ഒപ്പുവെക്കുന്ന അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. സ്വപ്നനഗരി പദ്ധതിയുടെ നിലവിലെ DPR തള്ളുകയും പുതിയ കൺസൾട്ടൻസിയുടെ സേവനത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു. പ്രതിപക്ഷ പ്രമേയങ്ങൾ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ നഗരസഭ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ ആ നികുതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ കാലത്തും വളരെ ശരിയായ രീതിയിൽ അടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഹരിയേഴ്സ് അടക്കമുള്ള വാങ്ങുകയും ആ ഹരിയേഴ്സിൻ്റെ കൂടെ അതിന് ഉള്ള ഇൻട്രസ്റ്റ് വാങ്ങുകയും ഒരു അവസ്ഥയുണ്ടായപ്പോൾ ആ വിഷയം ഞങ്ങൾ ഒരു പ്രമേയത്തിലൂടെ കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പ്രമേയം ഇന്ന് വരെ വെളിച്ചം കണ്ടില്ലെന്ന് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രമേയങ്ങളും ഈ കൗൺസിലിൻ്റെ അജണ്ടകൾ വരാറില്ല. ഇന്ന് 3 അജണ്ടകളും വന്നിട്ടുള്ളത് ഈ നഗരസഭയുടെ ഭരണപക്ഷത്തു നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കൊടുത്തുള്ള പ്രമേയങ്ങൾ വരാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പറ്റം ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതിൽ കഴിഞ്ഞ് ഈ നഗരസഭയിൽ മൊത്തത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഒരു പറ്റം ആളുകൾക്ക് മാത്രം ഇതിൻ്റെ സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ടൗൺ പ്ലാൻ ഉണ്ടാക്കിയതും സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം വന്നതും അങ്ങനെ എല്ലാ വിഷയങ്ങളും വന്നത്. അപ്പോൾ അതിലൊക്കെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കൗൺസിലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്.